Hi students, welcome to Kuny's class. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 8ൻ്റെ പൊളിറ്റിക്സ് ചാപ്റ്റർ 4 അണ്ടർസ്റ്റാൻഡിങ് ലോസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. Indian nationalists began protesting and criticizing this arbitrary use of authority by the British. അതായത് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഈ ഒരു ഏകാധിപത്യ നിലപാടിനോട് ഇന്ത്യൻ നാഷണലിസ്റ്റുകൾക്ക് എതിർപ്പായിരുന്നു. They also began fighting for greater equality and wanted to change the idea of law from set of rules that they were forced to obey to law and as including ideas of justice. അതായത് ഈ നിയമങ്ങളൊന്നും അവർ അനുസരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും അവർക്ക് അനുസരിക്കാൻ കഴിയില്ല, ഇത് നീതിയല്ല എന്നൊക്കെയുള്ള ഒരു വാദമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. By the end of the 19th century, the Indian legal profession also began emerging and demanded respect in colonial courts. അതുപോലെ തന്നെ ഇവർ ബ്രിട്ടീഷുകാരിവിടെ കോഡ്സുകൾ സ്ഥാപിച്ചിരുന്നു അല്ലേ. അപ്പം ഈ കോടതികളിൽ ഇവിടുത്തെ അഭിഭാഷകർക്ക്, ഇന്ത്യക്കാരായിട്ടുള്ള അഭിഭാഷകർക്കും സ്ഥാനം വേണമെന്നവർ വാദിച്ചു. They began to use law to defend the legal rights of Indians. അതായത് ഇന്ത്യക്കാരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. കാരണം എന്താണ്, ഇന്ത്യക്കാർ ഇവിടെ അഭിഭാഷകരായിട്ട് അല്ലെങ്കിൽ വക്കീലന്മാരായിട്ടൊക്കെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ത്യൻ ജഡ്ജസ് ഓൾസോ ബിഗാൻ ടു പ്ലേ എ ഗ്രേറ്റർ റോൾ ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. അതുപോലെ തന്നെ ഇന്ത്യൻ ജഡ്ജിമാർ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു മേജർ പങ്ക് അവർ വഹിച്ചു. Therefore, there were several ways in which Indians played a major role in the evolution of the rule of law during the colonial period. അങ്ങനെ കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമവാഴ്ചയുടെ ഒരു പരിണാമത്തിന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇന്ത്യക്കാരും പ്രധാനമായ പങ്കുകൾ വഹിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. With the adoption of the Constitution, this document served as the foundation on which our representatives began making laws for the country. അതായത് ഈ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചതോടുകൂടി നമ്മുടെ പ്രതിനിധികൾ രാജ്യത്തിനായിട്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി, അവരതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ തുടങ്ങി അതിൻ്റെ അടിത്തറയായിട്ട് ഈ രേഖകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു. എവറി ഇയർ അവർ റെപ്രസെൻറ്റേറ്റീവ്സ് പാസ് സെവറൽ ന്യൂ ലോസ് ആസ് വെൽ ആസ് ആംഡ് എസിസ്റ്റിംഗ് വൺസ്. അതായത് എല്ലാ വർഷവും പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അതായത് റെപ്രസെൻറ്റേറ്റീവ്സ്, നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവരാണല്ലോ പാർലമെൻറ്റിലുള്ളവരല്ലേ. അപ്പോൾ ആ ജനപ്രതിനിധികൾ എന്ത് ചെയ്തു, പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ആസ് വെൽ ആസ് അമെൻഡ് എസിസ്റ്റിംഗ് വൺസ്, അത് നിലനിൽക്കുന്നതാണെങ്കിൽ അതിന് ഭേദഗതി ചെയ്തു. അതായത് ഒരു നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല, അത് കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങളൊക്കെ മാറ്റണം. ഇത് 1950 എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷനാണല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഈ 2021 എന്ന് പറയുമ്പോൾ ഒത്തിരിയും വർഷം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നിയമങ്ങളും മാറേണ്ടത് അത്യാവശ്യമാണല്ലേ. ജനങ്ങളുടെ ആ പരിതസ്ഥിതിക്കനുസരിച്ച് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിനൊക്കെ അനുസരിച്ച് വേണ്ടിയിട്ട് നിയമങ്ങൾ മാറ്റി എഴുതേണ്ടത് ആവശ്യമാണ്. അപ്പം ഈ നിലനിൽക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്തുക എന്നുള്ളതാണ് പാർലമെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു, അതല്ല എങ്കിൽ ഉള്ള നിയമമാണെങ്കിൽ അതിന് ഭേദഗതി വരുത്തും. അപ്പം ഭേദഗതി വരുത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ് അല്ലേ. ഇൻ യുവർ ക്ലാസ് 6 ബുക്ക് യു റീഡ് അബൌട്ട് ദി ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് 2005. അതായത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം, ഹിന്ദു സക്സഷൻ അമെൻഡ്മെൻറ്റ് ആക്ട്, അതായത് ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം. അത് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. അതായത് നേരത്തെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ പെൺമക്കൾക്കോ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ളവർക്ക് സ്വത്ത് കിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്വത്തിനൊക്കെ അവകാശം വന്നതും
അങ്ങനെയുള്ള ആ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അക്കോർഡിംഗ് ടു ദിസ് ന്യൂ ലോ, സൺസ്, ഡോട്ടേഴ്സ് ആൻഡ് ദെയർ മദേഴ്സ് ക്യാൻ ഗെറ്റ് ആൻ ഈക്വൽ ഷെയർ ഓഫ് ഫാമിലി പ്രോപ്പർട്ടി. അതായത് കുടുംബസ്വത്തിൻ്റെ തുല്യ അവകാശമാണ് പുത്രന്മാർക്കും പുത്രികൾക്കും അല്ലെങ്കിൽ അവരുടെ അമ്മയ്ക്കും ഒക്കെ കിട്ടുന്നതെന്നുള്ള ഒരു നിയമമാണ് ഇതിൽ കൂടി കൊണ്ടുവന്നത്. അങ്ങനെ പല നിയമങ്ങൾ, അത് ഞാൻ പറഞ്ഞല്ലോ, കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടേ ഇരിക്കണം അല്ലേ, അല്ലാണ്ട് പണ്ട് പുരാതന കാലത്തെ നിയമം കൊണ്ടിരുന്നാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ നടക്കുമോ? അപ്പം കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റി എഴുതേണ്ടത് അത്യാവശ്യമാണ്. ആ നിയമങ്ങൾ പാസ്സാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിയമങ്ങൾ ഭേദഗതി ചെയ്യും. ആ ഭേദഗതി ചെയ്ത നിയമങ്ങൾ ആണ് പിന്നെ പ്രാബല്യത്തിൽ വരുന്നത്. Similarly, new laws have been enacted to control pollution and provide employment. അതുപോലെ നമുക്കറിയാം ന്യൂ ലോസ് ഹാവ് ബീൻ ഇനാക്റ്റഡ് ടു കൺട്രോൾ പൊല്യൂഷൻ. ഇപ്പം 1950 എഴുതിയതിനകത്ത് ഇപ്പം പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊരു ലോ വേണമെന്നില്ല. കാരണം എന്താണ്, അന്ന് ഇങ്ങനെ വാഹനങ്ങളൊന്നുമില്ല, അല്ലേ ഇതുപോലെ ഫാക്ടറികളില്ല. അപ്പോൾ അന്ന് അത്ര വിപുലമായിട്ടൊന്നും എഴുതണമെന്നില്ല. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് വിപുലമായിട്ട് എഴുതി ചേർക്കണം. കാരണം എന്താണ്, വാഹനങ്ങളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ പൊതുനിരത്തുകളിലൊക്കെ മലിനീകരണം കൂടുതലായിട്ട് നടക്കുന്നു. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പുതിയ നിയമങ്ങൾ വരും അല്ലേ. അതുപോലെ തന്നെ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ തൊഴിലവസരങ്ങൾ കൂടിയേ വെക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക, അല്ലെങ്കിൽ മലിനീകരണം നിയന്ത്രിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു. ഹൗ ഡു പീപ്പിൾ കം ടു തിങ്ക് ആൻഡ് പ്രപ്പോസ് ദാറ്റ് എ ന്യൂ ലോ ഈസ് നെസസറി? ജനങ്ങൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയായിരിക്കും ഇതിനെ ചിന്തിക്കുന്നത്? അതായത് ഈ പുതിയ ലോയൊക്കെ വരുന്നത് ഇതൊക്കെ അത്യാവശ്യമാണോ, ഇതൊക്കെ ആവശ്യമുള്ളതാണോ, പുതിയ പുതിയ നിയമങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഇപ്പം നമുക്കറിയാം ഹെൽമെറ്റ് ധരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹെൽമെറ്റ് ധരിക്കുക. അതായത് 2 വീലർ ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള നിയമം. ഇപ്പം എന്താണ്, ബൈക്കിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആ ആൾ ഹെൽമെറ്റ് ധരിക്കണം. കാരണം അതെന്താണ്, നമ്മുടെ ഒരു സേഫ്റ്റിക്കും കൂടിയാണ് അല്ലേ, ഒരു പ്രിക്കോഷനാണ്. കാരണം നമ്മൾക്ക് യാതൊരു അപകടവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ധരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നിയമം മൂലം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജനങ്ങൾ അനുസരിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ഹെൽമെറ്റ് ധരിച്ച് 2 വീലർ ഓടിക്കുന്ന ആളൊരു ഹെൽമെറ്റ് ധരിക്കണം, അല്ലെങ്കിൽ 2 വീലർ ഓടിക്കുന്ന ആൾ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറഞ്ഞാലൊന്നും ആരും അത് ധരിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ അത് നിയമം മൂലം പ്രാബല്യത്തിൽ വരികയും അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അതിനെതിരെ കുറ്റം ചുമത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് നൽകുകയും ചെയ്യുമ്പോഴാണ് അതൊരു ജനങ്ങൾ പേടിക്കുകയും അതിന് അവരത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുള്ളൂ അല്ലേ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നമ്മുടെ പ്രിക്കോഷന് വേണ്ടിയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അതുപോലെ തന്നെ ഇപ്പം ബൈക്കിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കൊക്കെ അത് ഒരു വിഷമമാണ് അത് അങ്ങനെ പറയുന്നത് അല്ലേ. കാരണം പുറകിലിരിക്കുന്ന ആൾ ധരിക്കുക, 2 ഹെൽമെറ്റ് കൊണ്ട് നടക്കുക, അതൊക്കെ നോക്കുമ്പോൾ കുറച്ച് പ്രയാസമുള്ള പോലെ തോന്നും. പക്ഷേങ്കിൽ അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടിയാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയമേവ ചെയ്തു പോകും. അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ജനങ്ങൾക്ക് അത്യാവശ്യമാണല്ലേ. യു വിൽ റീഡ് മോർ അബൌട്ട് ഇൻ ദി നെക്സ്റ്റ് സെഷൻ. നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ഭാഗത്ത് പഠിക്കാം. ഹൗ ഡു ന്യൂ ലോസ് കം അബൌട്ട്? ദ പാർലമെൻറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മേക്കിംഗ് ലോസ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണല്ലേ, പാർലമെൻറ്റിനാണ് നിയമനിർമ്മാണ സഭ, അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുന്നതിൽ അവർക്കാണ് ചുമതല. ദെയർ ആർ മെനി വേയ്സ് ത്രൂ വിച്ച് ദിസ് ടേക്സ് പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി ദാറ്റ് റേസ് ദി നീഡ് ഫോർ എ പർട്ടിക്കുലർ ലോ. അതായത് പലതരത്തിലുള്ള ആൾക്കാർ, ഈ സൊസൈറ്റിയിലെ പലതരത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള നിയമങ്ങളുടെ ആവശ്യകത ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം, അത് നല്ലതാണ് എന്നൊക്കെ അത് ആവശ്യപ്പെടുന്ന പല ഗ്രൂപ്പുകളാണ്. ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് പാർലമെൻറ്റ് ഈസ് ടു ബി സെൻസിറ്റീവ് ടു ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി പീപ്പിൾ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഇത് ആവശ്യമാണോ, ഇത് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ആവശ്യകതയുണ്ടോ എന്നൊക്കെ പാർലമെൻറ്റ് അന്വേഷിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെ ഒരു പാർലമെൻറ്റിൻ്റെ പ്രധാന പങ്കാണല്ലേ, അല്ലെ പ്രധാന ചുമതലയാണ്. അപ്പം പാർലമെൻറ്റ് ഇതിനെക്കുറിച്ച്, ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സംവേദനം നടത്തുകയും, അല്ലെങ്കിൽ
ഇത് ആവശ്യമാണോ എന്ന് അന്വേഷിക്കുക, അതിനനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. Let us read the following story to understand how issue of domestic violence was brought to the attention of Parliament and the process adopted for this issue to become law. അതായത് ഒരു ഗാർഹിക പീഡന വിഷയം വന്നാൽ അതായത് വീടിനുള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നം, ഒരു പീഡനം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ പാർലമെൻറ്റ് അതിന് എടുക്കുന്ന നടപടി എന്താണ് ഒക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ താഴെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യം വായിക്കാം. Domestic violence generally refers to the injury or harm or threat of injury or harm caused by an adult male, usually the husband, against his wife. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് പരിക്കേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന, സാധാരണ ഭർത്താവ് അഡൾട്ട് മെയിലിനെയാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണയായിട്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥനാണല്ലേ, ആ ഗൃഹനാഥന് ഏതെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ, ഭാര്യയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പരുക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്, അതായത് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്. ഇഞ്ചുറി മേ ബി കോസ്ഡ് ബൈ ഫിസിക്കലി ബീറ്റിംഗ് അപ്പ് ബൈ ദി വുമൺ ഓർ ബൈ ഇമോഷണലി അബ്യൂസിങ് ഹെയർ. അതായത് പരുക്കുകൾ പലതരത്തിലുണ്ടാകും അല്ലേ, ഏതെങ്കിലുമൊക്കെ തരത്തിലുണ്ടാകും. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഉപദ്രവിക്കുന്നത് വഴിയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് തള്ളി ഇടുന്നത് വഴിയായിരിക്കാം, പലതരത്തിൽ ഉപദ്രവിക്കാം ഒരു മനുഷ്യനെ. ഇപ്പം ഗാർഹിക പീഡനം സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്, എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അവളുടെ ഭർത്താവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് പറഞ്ഞത്. ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമുള്ളതല്ല, കുടുംബത്തിലുള്ള ആർക്കും നേരെ ഉണ്ടാകുന്നതിനും ഗാർഹിക പീഡനം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇഞ്ചുറി മേ ബി കോസ്ഡ് ബൈ ദി ഫിസിക്കലി ബീറ്റിംഗ് അപ്പ്, അടിക്കുന്നതിലൂടെയാകാം, അല്ലെങ്കിൽ വുമൺ ഓർ ബൈ ഇമോഷണലി അബ്യൂസിങ് ഹെയർ, അതല്ലെങ്കിൽ അവളെ ഏതെങ്കിലും തരത്തിൽ വൈകാരികമായിട്ട് പീഡിപ്പിക്കുന്നതിലൂടെയാകാം. ഏത് തരത്തിലുള്ളതിനെയാണേലും അതിനെ എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് എന്നാണ് പറയുന്നത്. അബ്യൂസ് ഓഫ് ദി വുമൺ ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് വെർബൽ, സെക്ഷൽ ആൻഡ് എക്കണോമിക് അബ്യൂസ്. അതായത് ഒരു സ്ത്രീയെ പലതരത്തിൽ അബ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പം വാക്കാലായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ പല രീതിയിൽ ഇവരെ അബ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ ദുരുപയോഗവും ഈ ഡൊമസ്റ്റിക് വയലൻസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഗാർഹിക പീഡനമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The Protection of Women from Domestic Violence Act 2005 extends the understanding of the term domestic to include all women who live or have lived together in a shared household with the male member who is perpetrating the violence. അതായത് 2005 ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 എക്സ്റ്റൻസ് ദി, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഡൊമസ്റ്റിക് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാർഹികമായ പ്രശ്നങ്ങൾ, അതായത് ഗൃഹത്തിൽ സംഭവിക്കുന്നത്. ടു ഇൻക്ലൂഡ് ഓൾ വുമൺ ഹൂ ലിവ് ഓർ ഹാവ് ലിവ്ഡ് ടുഗദർ ഇൻ എ ഷെയർഡ് ഹൗസ് ഹോൾഡ്. അതായത് ഒരു വീട്ടിൽ, അതായത് ഈ ഗാർഹിക പീഡനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഒരു പുരുഷൻ മൂലമാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ പുരുഷനുമായിട്ട് ഒന്നിച്ച് താമസിക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റ് സ്ത്രീകളോ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിന് മുഴുവൻ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. വിത്ത് ദി മെയിൽ മെമ്പർ ഹൂ ഈസ് പെർപെട്രേറ്റിംഗ് ദി വയലൻസ്, അതായത് ഒരുമിച്ച് താമസിക്കുന്ന മറ്റുള്ളവർക്കും എല്ലാം ഈ നിയമം ബാധകമാണ്. As the above example shows, the role of citizens is crucial in helping Parliament frame different concerns that people might have into laws. അപ്പോൾ ഇപ്പം നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടു അല്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെയുള്ള സംഗതികൾ വരുമ്പോൾ ദ റോൾ ഓഫ് സിറ്റിസൺസ് ഈസ് ക്രൂഷ്യൽ ഇൻ ഹെൽപ്പിംഗ് പാർലമെൻറ്റ്. ജനങ്ങൾക്കും പാർലമെൻറ്റിനെ സഹായിക്കാൻ കഴിയും. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളാണ് ഉള്ളതല്ലേ. അപ്പം നമുക്ക് അവരെ അറിയിക്കാൻ കഴിയും, ഇന്നയിടത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ നമുക്ക് അവരെ അറിയിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെയും പൗരന്മാരുടെയും പങ്ക് അവിടെ പാർലമെൻറ്റിനെ സഹായിക്കുന്ന കാര്യത്തിൽ നിർണായകമാണ്. ഫ്രം എസ്റ്റാബ്ലിഷിംഗ് ദ നീഡ് ഫോർ എ ന്യൂ ലോ ടു ഹിസ് ബീയിങ് പാസ്ഡ് അറ്റ് എവരി സ്റ്റേജ് ഓഫ് ദി പ്രോസസ് ഓഫ് ദി വോയിസ് ഓഫ് ദി സിറ്റിസൺ ഈസ് എ ക്രൂഷ്യൽ എലമെൻറ്റ്.
അതായത് ഒരു പുതിയ നിയമം സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ നിയമത്തിൻ്റെ ആവശ്യകത വരുന്നത് മുതൽ അത് പാസ്സാക്കുന്നത് വരെ ഓരോ ഘട്ടത്തിലും പൗരൻ്റെ ശബ്ദം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാൻ കേൾക്കാൻ പാർലമെൻറ്റ് ബാധ്യസ്ഥരാണ്. അവരത് കേൾക്കണം. കേട്ടിട്ട് വേണം ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട്. അത് ജനങ്ങളുടെ ജീവിതം സുസ്ഥിരമാക്കുന്നതാണോ അതോ ജനങ്ങളുടെ ജീവിതത്തിന് ദോഷകരമാണോ എന്നൊക്കെ അപ്പോൾ മാത്രമേ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലേ? ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കണം. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരെ അംഗീകരിക്കണം, കേൾക്കണം. This voice can be heard through TV reports, newspaper editorials, radio broadcasts, local meetings. അതായത് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് ടി വി റിപ്പോർട്ട്സ് കണ്ടിട്ടാകാം, ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് വായിച്ചിട്ടാകാം, അല്ലെങ്കിൽ കാരണം നമ്മുടെ പൗരന്മാരുടെ ശബ്ദം ഇതിൽ കൂടിയൊക്കെയാണ് നമ്മൾക്ക് വെളിവാക്കാൻ കഴിയുന്നത്. അല്ലേ? ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയ സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടിയും വേണ്ടിയതിനും വേണ്ടാത്തതിനും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ക്രിട്ടിസൈസ് ചെയ്യേണ്ടതിനും ചെയ്യേണ്ടാത്തതിനും എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? പക്ഷേ അതല്ല, നല്ല ആരോഗ്യകരമായ ക്രിട്ടിസൈസ് അത് ആവശ്യമാണ്. അതായത് ഒരു ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമ്മൾക്കുള്ളതാണ്. അല്ലേ? ജനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമാണ്. പക്ഷെങ്കിൽ എന്ന് കരുതി എന്ത് ചെയ്താലും എല്ലാത്തിനെയും വിമർശിക്കുക എന്ന് പറയുന്നത് അത് ശരിയായ കാര്യമല്ല. അപ്പോൾ അത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ടി വി റിപ്പോർട്ട്സിൽ കൂടിയാകാം, ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസിൽ കൂടിയാകാം, അല്ലെങ്കിൽ റേഡിയോ പ്രക്ഷേപണങ്ങളിൽ കൂടിയാകാം, പ്രാദേശിക മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടാകാം. അവയിൽ കൂടിയൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വെളിവാക്കാനാവും. അപ്പം all of which help in making the work that Parliament does more accessible and transparent to the people. അപ്പം പാർലമെൻറ്റ് ചെയ്യുന്ന ജോലികൾ ജനങ്ങൾക്ക് കൂടുതൽ സുതാര്യമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ആക്സസിബിൾ ആക്കാനൊക്കെ ഇത് സഹായിക്കും. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേട്ടിട്ട് അതിന് തീരുമാനമെടുക്കുക, അതിന് നിയമം പാസ്സാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ വിശ്വാസ്യത കയ്യിലെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ കഴിയും. അതിൽ കൂടി ജനങ്ങൾക്ക് നല്ല രീതിയിലേക്ക് മാറാനും കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.